ഓ ഇതും കൂടി 10ാമത്തെ വട്ടമാണ് വിളിക്കുന്നത്. ആരാണാവോ അങ്ങനെ വിളിക്കുന്നത്? ഹലോ. ആ ഇതാ കട്ടാക്കി. ഇതാരാണെന്ന് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് എത്രാമത്തെ വട്ടാണ് ഇപ്പോൾ അടുക്കളയിൽ പണിയെടുത്ത് പൊരിഞ്ഞ് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ബില്ലടിക്കുക. അത് ആരാ വണ്ടി എടുത്താൽ നമ്മുടെ സൗണ്ട് കേട്ടാൽ പിന്നില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇനി വിളിക്കട്ടെ, നല്ല പുളിച്ച തേറി പറഞ്ഞു കൊടുക്കാതെ. ഹലോ, നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു ഇപ്പോൾ വീട്ടിലുണ്ടാകുമ്പോൾ വിളിക്കണ്ട. വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക. നീ ഫോൺ വെച്ചേ, ഞാൻ പുറത്ത് പോയിട്ട് വിളിക്കാം. നിങ്ങൾ ആരോടെ സംസാരിക്കുന്നത്? ഇതിപ്പോൾ 10ാമത്തെ വട്ടമാണല്ലോ വിളിക്കണേ. ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ എന്നാക്കിയ ഫോൺ വെച്ചു, ആ ഫോൺ എടുത്ത് ഹലോ എന്നാക്കിയ ഫോൺ വെച്ചു. ഇതന്നെ എനിക്ക് പണി. ഇതാരാണത്? ഇപ്പം നിങ്ങളെടുത്തപ്പോൾ എന്താ തൊള്ള തുറന്നവർക്ക്? അതെ, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ഇരിക്കണേ. നിങ്ങളെ ഫോൺ വിളിക്കുന്നതും നിങ്ങൾ ഫോൺ വന്നാൽ പോയി മണ്ടയിലും മറവിലും പോയി മറിഞ്ഞൊന്ന് സംസാരിക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെ ഇരിക്കണേ. ശരി, അതൊക്കെ പോട്ടെ. നീ ആരോട് ചോദിച്ചിട്ട് എൻ്റെ അനുഭവമില്ല നീ ഫോൺ എടുത്തത്? നിന്നോട് 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ടാ. ഞാൻ ബാത്റൂമിൽ അങ്ങനെ പോയപ്പോൾ ആരെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വിളിക്കുന്നുണ്ടാവും. ആ സമയത്ത് നിൻ്റെ അടുത്ത് ഫോൺ എടുക്കണ്ട പറഞ്ഞ. ചിലപ്പോൾ പെണ്ണായിരിക്കും, ചിലപ്പോൾ ആണാവും, വേറെ ആരെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യം വിളിക്കാൻ. അപ്പോൾ സംശയം നിൽക്കി. എന്ത് നിന്റെ ഒടുക്കത്തെ സംശയം? കാരണം എനിക്ക് ഫോൺ വെച്ചിട്ട് പുറത്ത് അകത്തേക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ പറ്റണ്ടായല്ലോ. നിങ്ങളുടെ ബിസിനസ് ഞാൻ ഒരു ദിവസം കയ്യോടണം പൊക്കുണ്ട്. നിങ്ങൾ കുറെ കാലമായി, ഇത് കുറെ കാലമല്ല കുറെ നാളായി. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഈ നയിക്കണതൊക്കെ ബിസിനസ് വേണ്ടി എവിടെ കൊണ്ട് കൊട്ടണാവോ? അപ്പോൾ കുറച്ച് ഇങ്ങോട്ടായിട്ട് അതും ഞാൻ അറിയുന്നുണ്ട്. 100,000 വട്ടം ഫോൺ നിങ്ങൾ അനുവാദം ഇല്ലാണ്ട് ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ആരാ? നിങ്ങളുടെ ഫോൺ വന്നപ്പോൾ ഇനി ഫോൺ എടുക്കണ്ടേ? അതെന്താ ഞാൻ അറിയാത്തൊരു ഫോൺ നിങ്ങൾക്ക് വരല്? ഇതുവരെ ഇല്ലാത്തത്? അതെ, എല്ലാം കൂടി ഞാനൊരു ദിവസം പിടിക്കുന്നതന്നെ. പിടിച്ചണ്ടല്ലോ, അത് അവസാനത്തെ പിടിയായിരിക്കും ചോദിക്കുക. എനിക്കൊരു ദിവസം വരും. എനിക്ക് നിന്നെ കൊണ്ടിട്ട് ഒരുപാട് നിങ്ങൾ ഇതാക്കണ്ട. അതെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. നിന്റെ സംശയം ഒടുക്കത്തെ സംശയം കാരണം എന്തെങ്കിലും ഒരു സംഭവം കൂടെ ഉണ്ടാവും വീട്ടിൽ. ഈ സംശയം ഉണ്ടാകാൻ പറ്റില്ല. കുടുംബത്തിൽ സംശയം വന്നു കഴിഞ്ഞാൽ ഒരു കാലത്തും കുടുംബം ഗുണം പിടിക്കില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഇനി മേലാക്കി എൻ്റെ ഫോൺ തൊടുക പിടിക്കാനും ചെയ്താ നിന്റെ കാറിലേക്ക് പോയ അവിടെ നിന്ന് എൻ്റെ മുന്നിൽ നിൽക്കാണ്ട് ഓരോ സംശയം കൊണ്ട് വന്നിരിക്കുക. ഞാൻ പൊക്കൊണ്ട്. അതെ, നിങ്ങളുടെ ഈ കള്ളത്തരം ഉണ്ടല്ലോ, തൊള്ള തുറന്ന നുണയും പറയില്ല. ഈ ഫോണിൽ ഇപ്പോൾ 10 വട്ടം കോള് വന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? എൻ്റെ ബിസിനസ് ആണെന്നല്ലേ. കാതിൽ പൂ വെച്ചവരെടുത്ത് പോയി പറയും. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇത് എന്നായാലും ഞാൻ ഒരു ദിവസം ഞാൻ പിടിക്കും. ഇത് അല്ല എനിക്ക് കാണിച്ചു തരുന്നു നോക്കിക്കോ. അന്നാണ് നിങ്ങളുടെ അവസാനം ഞാൻ ആക്കി തരുന്നത്. തല നാടിന് കഷ്ടപ്പെട്ടു. ഇല്ലെങ്കിൽ മൊത്തം കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇനിയെങ്കിലും സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ പെശക.